നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 206. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഓം നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 4 ശ്ലോകം 18. ജ്ഞാനംബരം സ്വാത്മരഃ പ്രകാശം പ്രോവാചകസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തരുവാദാഞ്ച സായൽ വ്രജിനം തരേമേ. ജ്ഞാനം പരം സ്വാത്മരഃ പ്രകാശം പ്രോവാചകസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തൃ വദാജസായൽ വ്രജിനം തരേമേ. ഇതിന് അഞ്ജസ, അതായത് ആ നാലാമത്തെയും വരി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഞാൻ പറഞ്ഞുതരാം. ഭർത്ത എന്ന് പറഞ്ഞാൽ ഹേ സ്വാമി എന്നർത്ഥം. ഭർത്ത. പിന്നെ യത് അഞ്ജസ എന്ന് വരും. യത് അഞ്ജസ. യത് അഞ്ജസ. അപ്പോൾ അത് എന്താണെന്ന് പറയുക, പിരിച്ച് ശരിക്കും അർത്ഥം ഉൾക്കൊണ്ടിട്ട് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് വരണത്? അങ്ങയുടെ സ്വരൂപത്തിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ പരമജ്ഞാനം, പരമമായ ജ്ഞാനാണ് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനെ അറിയാനുള്ള വിദ്യ. വേറെ ഒരു വിദ്യയില്ല. അപ്പോൾ ബാക്കി കാണുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണ്. അത് നിങ്ങൾ ഏകത്വം കണ്ടാലും ശരി നാനാത്വം കണ്ടാലും ശരി കാണുന്ന മാതിരിയുള്ള ഗുണം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നാനാത്വം കണ്ടാൽ ഗുണം ഉണ്ടാവില്ല. കാണുന്നതിലൊക്കെ ഏകത്വം കണ്ടാൽ ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങയുടെ സ്വരൂപത്തിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ പരമജ്ഞാനത്തെ അങ്ങ് പൂർണ്ണമായിട്ട് ബ്രഹ്മാവിനായിക്കൊണ്ട് ഉപദേശിച്ചു. ഹേ സ്വാമിൻ, ഞങ്ങൾക്ക് ഗ്രഹിപ്പാനായിക്കൊണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ, അതുകൊണ്ട് യോഗ്യമാണെങ്കിൽ, ഞങ്ങൾ അതിന് യോഗ്യമാണെങ്കിൽ അരുളി ചെയ്താലും യത് യാതൊന്നിനാൽ യത് വദ, യത് വദ എന്ന് വേണം. യത് വദ, അരുളി ചെയ്താലും യാതൊന്നിൽ അഞ്ജസ, പ്രയാസം കൂടാതെ സങ്കടത്തെ ഞങ്ങൾ കടന്നുകൊള്ളാം. അപ്പോൾ 3, 4 വായിക്കുമ്പോൾ എങ്ങനെ വേണം? അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്ത യൽ വദ അഞ്ജസായൽ വ്രജിനം തരേമ എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. ഭഗവാനായ അങ്ങ് ആത്മരഹസ്യത്തെ, ആത്മാവിൻ്റെ ഉദ്ദേശശുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന പരമജ്ഞാനം ബ്രഹ്മദേവന് ഉപദേശിച്ചുവല്ലോ. ഹേ സ്വാമിൻ, ആ രഹസ്യം അറിവാൻ ഞങ്ങളും അധികാരികളാണെങ്കിൽ ശാഠ്യം പിടിക്കരുത്. ഇപ്പോഴത്തെ ചില കുട്ടികളുണ്ട്, പൂച്ച വേണം, നായ്ക്കുട്ടി വേണം, അല്ലേ? അതാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ജനറേഷൻ്റെ വ്യത്യാസമാണത്. അച്ഛനമ്മമാർ പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ ഇപ്പോൾ ആ കുഞ്ഞ് മനസ്സിന് സാധിക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അവരുടെ ശ്രദ്ധേനെ മാറ്റുക, അത്രേ പറ്റുള്ളൂ. അപ്പോൾ
അധികാരികളാണെങ്കിൽ ഉപദേശിപ്പാൻ കരുണയുണ്ടാകണം. എന്നാൽ ഞങ്ങൾക്ക് പ്രയാസം കൂടാതെ സംസാര സങ്കടത്തിൽ നിന്ന് കയറാമല്ലോ. ഒന്നും വരിക്കുന്നില്ലെങ്കിലും ഭഗവത് തത്വത്തെ ഉപദേശിക്കണം എന്നാണ് പ്രാർത്ഥന. വരം എന്തിനാ? ധനം വേണമെന്ന് പറയരുത് ഭഗവാനോട്, ആയുസ് വേണമെന്ന് പറയരുത്, ഭക്തി ഉണ്ടാവണം, ഭക്തി ജ്ഞാന വൈരാഗ്യം ഉണ്ടാവണം തന്നെ പറയണം. ഭക്തി എന്ന് മാത്രം പറഞ്ഞാൽ നിൽക്കില്ല, സംശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ കാര്യമാവും ചെയ്തു എന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഈ സ്പഷ്ടമാക്കിയത് മനസ്സിലാക്കാണ്ട് നമ്മൾ സപ്താഹം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനൊരു ക്രിട്ടിക്കാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ അതിനർത്ഥം ഞാൻ എല്ലാറ്റിനെയും നിരസിക്കണമെന്നല്ല, അധർമ്മത്തിനെ ഞാൻ നിരസിക്കണം. പ്രംശയിലെ ഇത്യാവേദിതഹാർദായ മഹ്യം സ ഭഗവാൻ പരാ ആദിദേശ അരവിന്ദാക്ഷ ആത്മന പരമാം സ്ഥിതം. അതാ ആത്മന പരമാം സ്ഥിതം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണത്. ഇത്യാവേദിതഹാർദായ മഹ്യം സ ഭഗവാൻ പരാ ആദിശേഷ അരവിന്ദാക്ഷ ആദിദേശാരവിന്ദാക്ഷ എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ അപ്പോൾ അർത്ഥം കിട്ടില്ല. ആദിദേശ അരവിന്ദാക്ഷ ആത്മന പരമം സ്ഥിതം. ഇപ്രകാരം നന്നായി അറിയിക്കപ്പെട്ട ഹൃദയവിചാരത്തോടുകൂടിയ എനിക്ക് പരമപുരുഷനും ഐശ്വര്യപൂർണനുമായ പുണ്ടരീകാക്ഷൻ ആത്മാവിൻ്റെ ഉത്കൃഷ്ട നിലയെ ഉപദേശിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊരു പ്രാവശ്യം വിളക്ക് കൊളുത്തിയിട്ട് എനിക്ക് ഉത്കൃഷ്ട ആത്മാവിനെ പറ്റി ബോധം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വഴി കാണിക്കും ഭഗവാൻ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? മനസ്സിലുള്ള അഭിപ്രായത്തെ ഇപ്രകാരം തുറന്നു പറഞ്ഞറിയിപ്പിച്ച എന്നോട് ഇപ്രകാരം മനസ്സിൽ വയ്ക്കാൻ പാടില്ല. മനസ്സിലുള്ളത് തുറന്നു പറയണം. തല്ലുകൊള്ളുകയാണെങ്കിൽ കൊള്ളണം, കാരണം അവരവർ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, മറ്റുള്ളവൻ്റെ തല്ലു കൊള്ളേണ്ട വർത്തമാനമാണോ പറഞ്ഞത്, അല്ല മറ്റുള്ളവൻ്റെ പാറ്റ് കിട്ടാനുള്ളതാണോ? സബാഷ് ബലേ എന്ന് പറയുന്നുണ്ടല്ലോ പാറ്റ് എടുത്തിട്ട്. അപ്പോൾ ഇപ്രകാരം തുറന്നു പറഞ്ഞറിയിപ്പിച്ച എന്നോട് പരമപുരുഷനായ ഭഗവാൻ അരവിന്ദനേത്രൻ ആത്മാവിൻ്റെ പരമോത്കൃഷ്ടത്തെ ഉപദേശിച്ചു. സർവജ്ഞനായ ഭഗവാൻ അഭീഷ്ടദാതാവാണെന്ന് കാണിപ്പാൻ ചോദിച്ചതൊക്കെ തരും ഭഗവാൻ. വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ കാശും പണം ചോദിക്കരുത്, അത് കിട്ടും, പിന്നെ വേറൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ കാണിപ്പാനാണ് അഭിപ്രായം ചോദിക്കുന്നതെന്ന് ധരിക്കണം. എന്താ അഭിപ്രായം? 20ാമത്തെ ശ്ലോകം. സ ഏവം ആരാധിത തീർത്ഥാത്. പിന്നെയോ അധീത തത്വാത്മവിബോധമാർഗ. അപ്പോൾ അവിടെ തീർത്ഥാത് എന്ന് വായിച്ചിട്ട് വേണം അധീത തത്വാത്മവിബോധമാർഗ. അപ്പോൾ ശരിയായി. പ്രണമ്യപാദോ പരിവൃത്യ ദേവാൻ ഇഹ ആഗതോഹം വിരഹാതുരാത്മാ. അപ്പോൾ ദേവാം പരിവൃത്യ ദേവം എന്ന് വായിച്ചിട്ട് ഇഹ ഇവിടെ വന്നത്. അങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തെറ്റില്ലാണ്ട് വായിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, ഇപ്രകാരം പൂജിക്കപ്പെട്ട പരിശുദ്ധപാദത്തോടു കൂടിയ ഭഗവാനിൽ നിന്ന് പഠിക്കപ്പെട്ട പരമാത്മബോധത്തിനുള്ള ഉപായത്തോടു കൂടിയ ഞാൻ പാദങ്ങളെ നമസ്കരിച്ചിട്ട്, ഈ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആചാര്യനെ നമസ്കരിക്കുക. അപ്പോൾ ആ ആചാര്യൻ്റെ മനസ്സിൽ എന്തായിരിക്കും? അഹം ശിവോഹം, ഞാൻ മംഗളസ്വരൂപനാണ് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവരുടെയും മറ്റുള്ളവരുടെയും മംഗളത്തെ ആഗ്രഹിക്കുന്നവനാണ്. ഇതൊരു ഗുരുത്തം കെട്ടവൻ എന്ന് പറയരുത്, അല്ലെങ്കിൽ ഗുരുത്തം കെട്ടവൾ എന്ന് പറയരുത്, മനസ്സിൽ വിചാരിക്കരുത്. അല്ലെങ്കിൽ ദക്ഷിണ നോക്കിയിട്ട് അവരത് എന്താ അഹം ശിവോഹം ഗുരുത്തം കെട്ടവൾ എന്ന് പറയരുത്.
ദക്ഷിണ അല്ല കാര്യം. ദക്ഷിണ ശരിക്കൊരു ഗുരുനാഥൻ്റെ ദക്ഷിണ എന്താ ഉണ്ടോ? ഗുരുനാഥനിൽ നിന്ന് കേട്ട് പഠിച്ചത് കൊണ്ട് അവർ അപ്രൈറ്റായിട്ട് നിൽക്കുക, തല ഉയർത്തി നിൽക്കുക, ഭഗവാന്റെ പാദപത്മത്തിൽ നമസ്കരിക്കുക. അതിൽ അവർക്ക് പ്രകൃതിയുടെ ഗുണങ്ങളായ രജസ്സിനെയും തമസ്സിനെയും സാത്വികത്തിനെയും ജയിച്ച് ഗുണാതീതനായിരിക്കുന്ന പരമ്പൊരുളിൻ്റെ തത്വങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് മോക്ഷം കിട്ടുന്ന രീതിയിൽ എത്തുമ്പോൾ ഭഗവാൻ അതിന് കാരണക്കാരനായവനെ ബ്ലെസ് ചെയ്യും. അതാണ് ദക്ഷിണ, ശരിയായ ദക്ഷിണ. അപ്പോൾ പറഞ്ഞു ഭഗവാൻ അഭീഷ്ടദാതാവാണെന്ന്. അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളെന്താ പറഞ്ഞത്? പ്രണമിച്ചിട്ട് എന്ന് പറയുമ്പോഴത്തൊക്കെ പറയേണ്ടി വന്നത് ദേവനെ പ്രദക്ഷിണം ചെയ്തിട്ട് വിരഹത്താൽ ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട്. ഭഗവാൻ വേർപെടുമ്പോൾ മാത്രമേ നമ്മൾ ദുഃഖിക്കാൻ പാടുള്ളൂ. അച്ഛനും അമ്മയും മക്കളും വേർപെടുമ്പോൾ ദുഃഖിക്കരുത്. കാരണം അതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എവർ എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയ ചൈതന്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളറിയില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാണൻ പോണ സമയം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പ്രാണപ്രയാണോത്സവത്തെ സ്വീകരിക്കണം. പ്രാണൻ്റെ പ്രയാണത്തെ ഉത്സവമാക്കി തീർക്കാൻ സാധിക്കണം. ഈ വാക്ക് എൻ്റേതല്ല, എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ കടർത്തതാണ്. അദ്ദേഹം ഒരു 25 വർഷം മുമ്പേ, മരിക്കുന്നതിന് ഒരു 25 വർഷം മുമ്പേ പ്രാണപ്രയാണോത്സവം പറഞ്ഞിട്ടൊരു കവിത ഗുരുവായൂരപ്പൻ മാഗസിനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിരഹത്താൽ ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഇഹ ആഗത. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ഈ വിധം ഭഗവാന്റെ പരിശുദ്ധമായ പാദത്തെ ആരാധിച്ചതുകൊണ്ട് പരമാത്മാവിൻ്റെ തത്വം ധരിപ്പാൻ ഉപകരിക്കുന്ന മാർഗത്തെ. അപ്പോൾ എല്ലാറ്റിനും ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആത്മസ്വരൂപം മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ പാദകമലങ്ങളെ വീണ് നമസ്കരിച്ച് പ്രദക്ഷിണാദികൾ ചെയ്ത് അഞ്ജലി ബന്ധം ചെയ്ത് പ്രാർത്ഥിക്കണം. എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കണേ, എന്നെ ഭക്തിമാർഗത്തിൽ നയിക്കണേ, എന്നെ ഭക്തി ജ്ഞാന വൈരാഗ്യമാർഗത്തിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രദക്ഷിണം ചെയ്തിട്ട് പിരിയേണ്ടി വന്നത് കൊണ്ടുണ്ടായതൊക്കത്തെ അടക്കുവാൻ സാധിക്കാതെ പരിതപിക്കുന്ന ഞാൻ ഇവിടെ ഇതാ വന്നിരിക്കുന്നു. എന്തിന്? അങ്ങയിൽ നിന്ന് ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ട്. 21ാമത്തെ ശ്ലോകം. സ അഹം തദ്ദർശനാഹ്ലാദവിയോഗാർത്തിയുതഃ പ്രഭോ ഗമിഷ്യേദൈദം തസ്യ ബദര്യാശ്രമമണ്ഡലം. സ അഹം തദ്ദർശനാഹ്ലാദവിയോഗാർത്തിയുതഃ പ്രഭോ ഗമിഷ്യതേദൈദം തസ്യ ബദര്യാശ്രമമണ്ഡലം. അതായത് അവൻ്റെ ദർശനം നിമിത്തം സന്തോഷവും വിയോഗം നിമിത്തം ദുഃഖവുമുള്ള സ അഹം ഞാൻ പ്രഭുവായ അവൻ്റെ പ്രിയസ്ഥാനമായ ബദര്യാശ്രമ മണ്ഡലത്തെ ഗമിക്കുന്നേൻ. ഇനി ശിഷ്ടകാലം ഞാൻ ബദര്യാശ്രമത്തിൽ പോയി തപസ് ചെയ്യാൻ പോവാണ്. 22ാമത്തെ ശ്ലോകം. യത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാൻ ഋഷി മൃദുതീവ്രം തപോ ദീർഘം തേ പാദേ ലോകഭാവനാം. യത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാൻ ഋഷി മൃദു തീവ്രം തപോ ദീർഘം തേ പാദേ ലോകഭാവനു. ഐശ്വര്യയുക്തനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനുമായ ഋഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളും ഋഷികളും കുട്ടികളും വ്യത്യാസം എന്താ? സാധാരണക്കാരായ നമ്മൾ ഇന്ദ്രിയങ്ങളെ ജയിക്കണില്ല. അവിടെയാണ് പ്രശ്നം. ഇന്ദ്രിയത്തിനെ ജയിച്ചാൽ ലോകത്തിനെ കീഴടക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങളെ അടക്കിയവനുമായ ദേവനായ നാരായണനും നരനും ലോകാനുഗ്രഹതൽപരന്മായിട്ട് മൃദുവും തീവ്രവുമായ തപസ്സിനെ യാതൊരു സ്ഥാനത്തിൽ തപിച്ചു. ബദരിയാശ്രമത്തിലാണ് നരനാരായണന്മാർ തപസ് ചെയ്തത്. തപസ് ചെയ്യണെന്തിനാ? മനസ്സിൻ്റെ
ചളി കളയുക, മനസ്സിലുള്ള ദുഷ്ടവിചാരങ്ങളെ കളയുക. അപ്പോൾ മനസ്സ് നിർമ്മലമാവും. നിർമ്മലമായ ജലാശയത്തിൽ അടിത്തട്ട് കാണുന്ന പോലെ മനുഷ്യൻ്റെ മനസ്സ് ട്രാൻസ്പാരൻ്റ് ആയാൽ അതിൽ അപ്പോൾ ഭഗവാൻ തെളിയായി. ഇപ്പോൾ തെളിയാത്തത് എന്താ? ചളിയാണ് മനസ്സിൽ. അതുകൊണ്ടാണ് ആ സ്ഥാനത്തിൽ ഭഗവാൻ നാരായണനും നരനുമായി അവതരിച്ചിട്ട് ലോകാനുഗ്രഹ തൽപരന്മാരായിട്ട് ഹിംസാദിദോഷങ്ങളില്ലാത്തതും. ഈ ഒരു വാക്ക് വളരെ പ്രധാന. മത്സ്യമാംസം കഴിക്കരുത്, അതന്നെ പറഞ്ഞത്. അളിയൻ വന്നാലും മരുമകൻ വന്നാലും അല്ലേ, ഹിംസാദിദോഷം ഇല്ലാത്തത്. ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ പറയുന്നുണ്ട്, ഈവൻ നമ്മളെ നിത്യേന ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നായകൾ, പൂച്ചകൾ, കുരങ്ങുകൾ, അവരെ കൂടി ഉപദ്രവിക്കരുതെന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സ്വാഭാവികമായിട്ട് ചോദിക്കാം, അപ്പോൾ അവരുടെ ഉപദ്രവം സഹിക്കണോ? വേണ്ട. എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ തുടങ്ങിയാൽ പറയാം, അതെ ഇത് ഈ സ്ഥലം വൃത്തികേടാക്കാൻ നടക്കാൻ അധികാരമില്ല, കുറച്ച് ദൂരെ പോയിക്കോ എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് വിചാരിക്കും പട്ടാമ്പിക്ക് ഭ്രാന്താണെന്നോ? എനിക്ക് ഭ്രാന്തില്ല കേട്ടോ. അപ്പോൾ എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ പൂർവികർ കൃഷിസ്ഥലങ്ങളിൽ 5 ഏക്കർ 10 ഏക്കറൊക്കെ സുഗമമായിട്ട് കൃഷി ചെയ്തിരുന്ന ആൾക്കാർ ഒരു 5 സെൻറ്റ് സ്ഥലം ചാഴിക്കണ്ടം പറഞ്ഞിട്ട് നിലനിർത്തിയിരുന്നു. അതിന് 4 അതിരുകളും ഒക്കെ ചെറിയ കാല് നാട്ടിയിട്ട് ശീല കുടി കെട്ടും. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഇതിലുള്ള നെല്ല് നിങ്ങൾക്കുള്ളതാണ്. മറ്റത് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് വന്നിട്ട് തിന്ന് കളയരുത്. ഇത് നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷിക്കാം. ഇതൊക്കെ അനുഭവസ്ഥന്മാരുണ്ട്. ഒരു 10-75 വയസ്സിൽ മീതെ കൃഷി ചെയ്തിരുന്ന ആൾക്കാരോട് ചോദിച്ചു പോകും. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന പരമപുരുഷൻ തന്നെയാണ് എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. അതിനാണ് മഹാഭാരതം പഠിക്കണം എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ വ്യാസർ എലി, കൂമൻ, മറ്റ് പക്ഷികൾ, മൃഗങ്ങളെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചു. അതായത് അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ കഥകൾ പറഞ്ഞു. എന്തിനു വേണ്ടി? നമ്മളെപ്പോലെയുള്ള അജ്ഞാനികൾക്ക് ജ്ഞാനം തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് വായിച്ച് നോക്കാതെ കണ്ട് മനുസ്മൃതി വായിച്ച് നോക്കാണ്ട് മനുസ്മൃതി കത്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. മനുസ്മൃതിയെ പറ്റിയിട്ട് വേറെ വല്ല മതക്കാരും വല്ലതും പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആർജവം നമ്മൾക്ക് ഇല്ലാണ്ട് പോയി. അപ്പോൾ നമുക്ക് മതേതരത്വം തലക്കടിക്കും. നാണം വേണം, ഇതിനൊക്കെ കുറച്ചൊരു സെൽഫ് എസ്റ്റീം വേണം. അതാ ഞാൻ പറയാൻ കാരണം. അപ്പോൾ അന്യർക്ക് ആചരിപ്പാൻ കഴിയാത്ത വിധം കഠിനവും ദീർഘവുമായ തപസ് ആചരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ നരനാരായണന്മാരായത്. ഇത്ര വന്നപ്പോൾ ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയാണ്, ശ്രീ ശുഖ ഉവാചാം ഇത്യുദ്ധവാദുപാകർണ്യ സുഹൃതാം ദുസ്സഹം വധം ജ്ഞാനേനാശമയത് ക്ഷത്താ ശോകം ഉത്പതിതം ബുധാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് പദങ്ങളെ നോക്കാം. സുഹൃതാം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുടെ, ദുസ്സഹം വധം അസഹ്യമായ നാശത്തെ, ഉദ്ധവാദ്. അപ്പോൾ അവിടെ ഉദ്ധവാദ് എന്ന് പറഞ്ഞു. ഉദ്ധവാദ് അപ്പോൾ ഇതി ഉദ്ധവാദ് ഉപാകർണ്യ എന്ന് വായിച്ചാലോ സംഗതി ശരിയായും. മാത്രമല്ല
ഉപാകരണ കേട്ടിട്ട് ബുധ ക്ഷത്ത അത് താഴത്ത്. ബുധ എന്നുള്ളത് അവസാനമാണ്, ക്ഷത്ത എന്നുള്ളത് രണ്ടാമത്തെ വരിയിൽ നടുവിലാണ്. ഉപക്ഷത്ത വിദ്വാനായ വിതുരൻ ഉത്പതിതം ശോകം ഉത്പതിതം എന്ന് വായിക്കണം. ആ മകാരത്തിന് ദീർഘം കൂട്ടി പിന്നെ കൂട്ടണം. അപ്പോൾ വാക്ക് എല്ലാം കിട്ടും. ശോകം പെട്ടെന്നുണ്ടായ ദുഃഖത്തെ ജ്ഞാനേന അശമയത്. ഇനി ഞാൻ ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. അതായത് നിങ്ങൾക്ക് രസാനുഭൂതി തെറ്റില്ലാത്ത രീതിയിൽ അനുഭവിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതി ഉദ്ധവാത് ഉപാകർണ്യ സുഹൃതാം ദുസ്സഹം മതം ജ്ഞാനേന അശമയത് ക്ഷത്താശോകം ഉത്പത്തിം ബുധാ എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. ഇപ്രകാരം ഉദ്ധവരിൽ നിന്ന് വിതുരർ ബന്ധുവധുരൂപമായ അസഹ്യവൃത്താന്തം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ദുഃഖിതനായി. എങ്കിലും അറിവുള്ള അദ്ദേഹം തത്വചിന്തയാൽ ദുഃഖമടക്കി. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട് അണ്ടർ ദി സൺ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് റീറൈറ്റബിൾ ഫ്ലോപ്പി ആക്കുക. എന്നിട്ട് ഈ ഒരു ശ്ലോകം പഠിക്കുക. എന്താ എങ്ങനെയാണ് ദുഃഖത്തിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞു, തൻ്റെ ബന്ധുവധരൂപമായ സഹിക്കാൻ പറ്റാത്ത വൃത്താന്തം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ദുഃഖിതനായി. എങ്കിലും അറിവുള്ള അദ്ദേഹം തത്വചിന്തയാൽ ദുഃഖം മുടക്കി. ഇത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ക്രിസ്ത്യാനിക്കും മുസ്ലിം സഹോദരന്മാർക്കൊക്കെ ഒരേപോലെ. ആരാണ് തത്വചിന്തകൾ വ്യാപൃതനാവുന്നത് അവരൊക്കെ രക്ഷപ്പെടും. അല്ലെങ്കിൽ മകൻ 30 വർഷമായി മരിച്ചിട്ട് ദിവസേന എന്താണെന്ന് പറയുക തന്നെ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ ആ വീട്ടിലത്തെ സ്ഥിതി എന്താ? 24ാമത്തെ ശ്ലോകം. സതം മഹാഭാഗവതം വ്രജന്തം കൗരവർഷഭ വിശ്രംഭാദഭ്യദത്തേദം മുഖ്യം കൃഷ്ണപരിഗ്രഹേ. സതം മഹാഭാഗവതം വ്രജന്തം കൗരവർഷഭ വിശ്രംഭാദഭ്യദത്തേദം മുഖ്യം കൃഷ്ണപരിഗ്രഹേ. ഇനി അവിടെ നമുക്ക് എങ്ങനെ പിരിക്കാൻ സാധിക്കുക നോക്കാം. കൗരവർഷഭ ഒരു കുഴപ്പമില്ല, അതായത് കുരുകുലജാതന്മാരിൽ ശ്രേഷ്ഠനായ. അവിടെ സ എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കും. അവൻ, അതായത് വിതുര സ. എന്നിട്ടോ മഹാഭാഗവതം ഭഗവത് ഭക്താഗ്രഗണ്യനും കൃഷ്ണപരിഗ്രഹേ കൃഷ്ണൻ സ്വീകരിച്ചവരിൽ അതാണ് കൃഷ്ണനെ സ്വീകരിച്ചവരുടെ കാര്യമല്ല, കൃഷ്ണൻ സ്വീകരിച്ചവരിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൃഷ്ണൻ സ്വീകരിച്ചവരിൽ മുഖ്യം, അതും മുഖ്യനും വ്രജന്തം അവിടെ ആണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. വ്രജന്തം അതും ഒറ്റയ്ക്ക് നിൽക്കും. പോവാൻ പുറപ്പെടുന്നവരുമായ തം അവനോട്, അതെവിടെയാ? തമ്മുണ്ട് അവിടെ ഇല്ലേ? തം അവനോട് വിശ്രംഭാത് അവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കണം. വിശ്രംഭാത് വിശ്വാസ നിമിത്തം അവിടെ ഇതിനെ അഭ്യദത്ത. അപ്പം അഭ്യദത്തേദം എന്നുള്ള സ്ഥലത്ത് അഭ്യദത്ത ഇതം, അതാണ് സംസ്കൃതത്തിൻ്റെ രീതി. അപ്പോൾ വിശ്രംഭാത് അഭ്യദത്ത. അപ്പം ഞാൻ ഒന്നുകൂടി വായിക്കാം. സതം മഹാഭാഗവതം വ്രജന്തം കൗരവർഷഭ
വിശ്രംഭാത് അഭ്യദത്ത ഇതം മുഖ്യം കൃഷ്ണപരിഗ്രഹേ. എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ പ്രിൻ്റ് ചെയ്തുകൂടെയെന്ന്. അത് പറ്റില്ല. കാരണം എന്താ, അതിനുള്ള അധികാരം നമുക്കില്ല. സംസ്കൃതങ്ങൾ വാക്കുകൾ കൂട്ടിയിട്ടാണ് പറയാം. അപ്പോൾ നമ്മൾക്കത് പിരിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഏത് മഹാനാണെങ്കിലും ശരി കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഭാവാർത്ഥം പറയാം. അല്ല, ഭാവാർത്ഥം അതെ വാക്കാർത്ഥമാണല്ലോ ഇപ്പോൾ കഴിഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ഭക്തന്മാരിൽ മുഖ്യനാണെന്ന് ശ്രീകൃഷ്ണൻ തന്നെ വിചാരിച്ചിരിക്കുന്ന, ഇതാണ് പറയേണ്ടത്. ഞാൻ ഭക്തനാണ് അല്ല, എന്നാൽ എനിക്കൊരു പേരുണ്ട്, ഭാഗവത ഭക്തദാസൻ. അത് ഞാനിട്ടതല്ല, എൻ്റെ ഗുരുനാഥൻ എനിക്കിട്ടതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഗുരു ശ്രീകൃഷ്ണനെ പോലെയാണ്, ശ്രീരാമനെ പോലെയാണ്, പരബ്രഹ്മമൂർത്തിയാണ് എൻ്റെ ഗുരു എന്ന് എനിക്ക് പറയാം, അധികാരമുണ്ട്. കാരണം എന്നെ ഞാനാക്കി തീർത്തതിൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ എനിക്ക് എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ട് മറ്റുള്ളവർ വകവച്ച് തരണം. ആചാര്യസ്ഥാനം, ഭാഗവതാചാര്യൻ, ദേവി ഭാഗവതാചാര്യൻ, ശിവ പുരാണം, ഇങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ആശീർവാദം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പരമ അഗ്രഗണ്യനായിട്ടുള്ളൊരു ഗുരുവായിട്ട് ഇനി ഇതിൽ വേറെ ഒന്നുകൂടി പറയാണ്ട് പോകാൻ പറ്റില്ല. 2001 ഞാൻ ആദ്യമായിട്ടൊരു സപ്താഹം ചെയ്തത്. അപ്പോൾ 2002 കേരളത്തിലെ പ്രഥമഗണനീയനായ ഒരു ആൾ സപ്താഹം ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് വേണ്ടപ്പെട്ടത് അദ്ദേഹത്തിന് അറിയുന്ന ഒരാളും കൂടി പോയിട്ട് റെക്കമെൻഡ് ചെയ്തു. ഇദ്ദേഹത്തിന് ഭാഗവതം എന്താണെന്ന് പഠിച്ചാൽ തർക്കടില്ല, സ്റ്റേജിലൊന്നും ഇരുത്തണ്ട, താഴ്ത്തിരുന്നോളും, എപ്പോഴെങ്കിലും ഓരോ സെഷനിൽ ഓരോ അധ്യായം വായിപ്പിച്ചാൽ തർക്കടില്ല, പറ്റില്ല, ഞങ്ങൾക്കൊരു സെറ്റപ്പ് ഉണ്ട് പറഞ്ഞു. ഞാൻ അതിനെ ആ സ്പിരിറ്റ് തന്നെ എടുത്തു. അപ്പോൾ എൻ്റെ പരിശ്രമത്തിന് ത്വരിത കൂടി. എന്ത്, ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന രീതിയിലാവരുത് ഈശ്വര, അതൊരു അവഹേളനാണല്ലോ. അപ്പോൾ സെറ്റപ്പ് ഈശ്വരാധീനം കൊണ്ടുണ്ടാക്കണതാണ്. ആ സെറ്റപ്പ് മറ്റുള്ളവരുടെ ഉദ്ഗതിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് മോശമാണ്. അപ്പോൾ ഞാനും എന്നെ കൊണ്ട് സാധിക്കണ കൂടുതൽ പൗരാണികരേനൊക്കെ എന്താണെന്നാ പറയുക, അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആചാര്യന്മാരാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് സംതൃപ്തിയുണ്ട്. അത് അവരതിനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അവരെന്നാ എന്നോട് ചോദിച്ചിട്ടാണോ? അല്ല, എനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് മനസ്സിലുകൂടി തോന്നാൻ പാടില്ല. അപ്പോൾ വളരെ നന്നായിട്ടൊക്കെ വായിക്കുന്ന ആൾക്കാർ കിട്ടും ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറയും, എന്തെങ്കിലും പറയണമെങ്കിൽ പറയാട്ടോ, ധൈര്യമായിട്ട്. എന്താ കാരണം, അത് നമ്മൾക്കും ഉപകാരമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ അതാത് അർഹിക്കുന്ന രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഭക്തന്മാരിൽ മുഖ്യനാണെന്ന് ശ്രീകൃഷ്ണൻ തന്നെ വിചാരിച്ചിരിക്കുന്ന പരമഭക്തനായ ഉദ്ധവർ വിതുരരോട് യാത്ര പറഞ്ഞു പോവാൻ ഭാവിച്ചപ്പോൾ വിശ്വാസ നിമിത്തം വിതുരർ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? വിതുരാവാചാം ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം യത് ആഹ യോഗേശ്വരയോ ഈശ്വരസ്തേ വക്തും ഭവാൻ ന അർഹതി യദ്ധി വിഷ്ണോർ ഭൃത്യാസുഭൃത്യാർത്ഥ കൃതശ്ചരന്തി. അതിൻ്റെ വാക്കാർത്ഥം ആദ്യം നോക്കാം. യോഗേശ്വര എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ വരിയിൽ നടുവിലത്തെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. യോഗങ്ങളുടെ ഫലദാതാവായ ഈശ്വര, യോഗേശ്വര. ആ രണ്ടാമത്തെ ഈശ്വരൻ എവിടെ വരുന്നത്? ആ യോഗേശ്വരൻ എടുത്തണം ഈശ്വര. ഈശ്വരസ്തേ എന്നല്ലത്, തേന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈശ്വര എന്ന് നമ്മൾ കുറച്ച് പിന്നെ അസന്ദിഗ്ധമായിട്ട് ഉച്ചരിക്കണം. അപ്പോൾ ഈശ്വര എന്നിട്ട് പറഞ്ഞു സ്വാത്മരഹപ്രകാശം, അതായത് ആത്മരഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ
രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ യത് പരം ജ്ഞാനം. യത് പരം ജ്ഞാനം കിടക്കുന്നത് എവിടെയാ? അതെ, യത് പരം അവിടെ ഉണ്ട്. യത്ത് എന്നുള്ളത് താഴെയാണ്, യത് ആഹ എന്നുള്ളതിലാണ്. പറഞ്ഞില്ലേ? അപ്പോൾ പിന്നെ യത് പരം ജ്ഞാനം, ജ്ഞാനം ഉണ്ടല്ലോ അവിടെ. യത് പരം ജ്ഞാനം, യത് പരം ജ്ഞാനം, യാതൊരു പരജ്ഞാനത്തെ, ഭഗവാന്റെ അറിവിനെ എന്നർത്ഥം. ന വക്തും, ആ ന വക്തും കിടക്കണത് ഭഗവാൻ ന അർഹതി, ഭഗവാൻ ന അർഹതി, ഭഗവാൻ അർഹതി ന അർഹതി എന്ന് വരുന്നത്. എന്നിട്ടാണ് തേ എന്ന് വരുന്നത്. അപ്പോൾ ഭഗവാൻ ന അർഹതി യത്, അതെ, ന വക്തും, ഞങ്ങളോട് പറവാനായിക്കൊണ്ട് അർഹതി, അർഹിക്കുന്നു. എന്നിട്ടോ അർഹതി യത്, യത് യാതൊന്നുകൊണ്ട് വിഷ്ണോഭൃത്യ, വിഷ്ണുദാസൻ, വിഷ്ണുദാസന്മാർ സ്വഭൃത്യാർത്ഥകൃത, സ്വഭൃത്യന്മാരുടെ കാര്യത്തെ നിർവഹിക്കുന്നവരായിട്ടും ചരന്തി ഹി. അപ്പോൾ അവിടെ ശരിക്ക് ഹി എന്നുള്ളത് എവിടെയുള്ളത്? സ്വഭൃത്യാർത്ഥ കൃതശ്ചരന്തി, ചരന്തി ഹി എന്നാണ് കിട്ടുക. അപ്പം ഇങ്ങനെ അതിനെ പിരിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ പറയാം, ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം യത് ആഹ, യത് ആഹ, യത് ആഹ യോഗേശ്വര ഈശ്വരസ്തേ, ഈശ്വര ഈശ്വരത്തേ, ഈശ്വര തേ, ഈശ്വര അങ്ങയ്ക്ക്, ഈശ്വരസ്തേ എന്ന് പറയരുത്, ഈശ്വരത്തേ വക്തും ഭവാൻ, ഭവാൻ ന അർഹതി യത്തി വിഷ്ണോർ ഭൃത്യാ സ്വഭൃത്യാർത്ഥകൃതശ്ചരന്തി എന്നാണ് ശ്ലോകം വരിക. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. വിതുരൻ എന്താ പറഞ്ഞത്? യോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മരഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ പരമജ്ഞാനത്തെ അങ്ങയ്ക്ക് ഉപദേശിച്ചുവെന്ന് പറഞ്ഞുവല്ലോ. ആ ജ്ഞാനത്തെ ഞങ്ങൾക്കും അങ്ങ് ഉപദേശിക്കണം. ഭഗവത് ഭക്തന്മാർ അവരുടെ ഭക്തന്മാരുടെ ആവശ്യം സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നവരാണല്ലോ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ കഥയ്ക്ക് ഇക്വേഷനാണ്. ആചാര്യന്മാർ പല സ്ഥലത്തും പോകുമ്പോൾ താല്പര്യമുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ ആചാര്യന്മാർ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഈശ്വരദോഷം ഫലം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഉദ്ധവൻ എന്തു പറഞ്ഞു വിതുരരോട്, അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.